ഒരു പരിപ്പ് ചോറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം കുക്കർ ചൂടായിട്ട് എണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചു, കുറച്ച് ജീരകവും കൂടി ഇട്ടു. പിന്നെ ഒരു സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ആണെങ്കിലും ചേർക്കാം. പിന്നെ ഒരു 2-3 ഇത് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു, പച്ചമുളകും കൂടി ഇട്ട് അത് നന്നായിട്ട് വഴണ്ട് വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ചേർത്ത്, കാരണം പച്ചമുളക് ചേർത്തിട്ട് അതനുസരിച്ച് മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നത്. അതിട്ട് അത് നന്നായിട്ട് വഴഞ്ഞ എണ്ണയൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ നമുക്ക് 2 ചെറിയ തക്കാളിയും കൂടി ഞാൻ ചെറിയ തക്കാളി അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഉടച്ച്, തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ അരി ഒരു കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് മുന്നേ. ഇതിനകത്തേക്ക് നമുക്ക് കരിവേപ്പിലയും കൂടി ഇടണം. ഈ കുതിർത്ത് വെച്ച അരി, 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് പരിപ്പ്, ആ രീതിയിലാണ്. ഇനി നല്ല വേവുള്ള പരിപ്പാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരത്തെ വെള്ളത്തിൽ അരിയും പരിപ്പും കൂടി ഇട്ട് വെക്കാം. ഇനി അതിൻ്റെ ഇരട്ടി, എന്തോരാണ് അരിയും പരിപ്പും കൂടി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരെ നമുക്ക് എടുക്കാം. നല്ല കുറച്ചുകൂടി പഞ്ഞി പരുവത്തിൽ വേണം, കുറച്ചുകൂടി കൂടുതലും വെള്ളം ചേർത്ത്. പിന്നെ അതിന് സൈഡായിട്ടൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ എനിക്കപ്പോൾ തോന്നിയിരുന്ന ഒരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കാണ്. അപ്പം ഞാൻ അതും കൂടെ ചെയ്തത്. ഇതിപ്പോൾ നമ്മുടെ പരിപ്പ് ചോറ് റെഡിയായി. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തൊന്ന് എടുത്തു. പിന്നെ ഞാൻ ഓംലെറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഓംലെറ്റിനകത്ത് കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയൊക്കെ. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്.